വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ദുരന്തഭൂമിയിൽ ജീവനോടെ ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ചാലിയാറിൽ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ല നിലയിൽ പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുമെന്നും പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പുകളിൽ താമസിക്കുന്നത് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവരാണ്. ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ക്യാമ്പ്. ക്യാമ്പിനകത്തേക്ക് ക്യാമറയുമായി മാധ്യമങ്ങൾ വരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവശ്യമായ മെഷീനറി എത്തിക്കാൻ പറ്റാത്തത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു. എന്നാൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായതോടെ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യ നൽകാനാകും. പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാകില്ല. മാനസിക ആഘാതം പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമാണ്. എല്ലാവർക്കും കൗൺസിലിംഗ് നൽകും. കൂടുതൽ പേരെ ദൗത്യത്തിന്റെ ഭാഗമാക്കും. ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറായില്ല. അവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുകൂടാതെ തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ മുഖ്യമന്ത്രി പരിഹാസരൂപേണ മറുപടി നൽകുന്നുണ്ട്. തെറ്റായ പ്രചരണം നടത്തുന്നത് പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ് എന്നും അവരെ മാറ്റി നിർത്തണമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ക്യാമ്പിൽ ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ യോഗത്തിന് വന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാൾ പറയാണ് അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി, എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഒന്നുമില്ല, എല്ലാവരും തന്നെയാണ്. അപ്പോ ഒരാള് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ഇയാള് ചോദിച്ചു ഏതാ ഭക്ഷണം കിട്ടാതെ എന്താണ്? അല്ല, ഇപ്പൊ കിട്ടി. അപ്പോ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത്, വേറൊരാള് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയാണ്, പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധനം കിട്ടുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു ഏത് സാധനം കിട്ടാത്തത്? അതിന് മറുപടിയില്ല. അപ്പൊ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവമാണ്. അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ്. അവരെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല. അത്തരം ആളുകളെ മാറ്റി നിർത്തുക. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ കേരളമാകെ അതിന്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഇപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോ അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. മറ്റത് ചിലത് നിങ്ങൾക്കറിയാലോ, പറയുന്ന ആളുകളെ പറ്റിയുണ്ട്. അവരവരുടേതായ മാനസിക സുഖത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി. അല്ല, അവരെ പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി വിളിച്ചു, അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുമുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു ശങ്കയില്ല. എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഇതിന്റെ സാധാരണ നടപടിക്രമല്ലേ. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിലായി 240ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. 270-ലേറെ പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഉറ്റവരെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കൂടി നിൽക്കുന്നവർ അനവധിയാണ്.